ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ നൈറ്റി സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ ആണ്. നൈറ്റി കട്ടിങ്ങിൻ്റെ വീഡിയോ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അന്ന് കട്ട് ചെയ്തിട്ടുള്ള നൈറ്റി എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. 3/4 സ്ലീവ് വെച്ചിട്ടാണ് നൈറ്റി സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പം ആദ്യം തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുള്ള സ്ലീവ് ഒന്ന് ജോയിൻ്റ് ചെയ്തെടുക്കാം. 3 പീസാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഈ 3 പീസും ഇതുപോലെ വെച്ചതിന് ശേഷം അടിച്ചെടുക്കാം. ഒന്ന് അടിച്ചതിന് ശേഷം മറിച്ചിട്ട് പ്രസ് സ്റ്റിച്ചും കൂടി കൊടുത്തെടുക്കുന്നുണ്ട്. ഇതുപോലെ വെച്ച് അറ്റത്തൂടി അടിച്ചു കൊടുക്കാം. അതിനുശേഷം മറിച്ചിട്ടതിന് ശേഷം പ്രസ് സ്റ്റിച്ച് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ ഇതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. 2 സ്ലീവും ഞാൻ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് നെക്കിൻ്റെ ഭാഗത്ത് വെച്ച് കൊടുക്കാനായിട്ടുള്ള പീസാണ്. ഇത് നമ്മൾ നൈറ്റീൻ്റെ ആ സൈഡിൽ നിന്ന് വരുന്ന ഭാഗത്തു നിന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇനി ഇതിലേക്ക് നൈറ്റിയിൽ നമ്മൾ നെക്ക് അടയാളപ്പെടുത്തി ആ ഒരു അളവ് ഇതിൽ അടയാളപ്പെടുത്തി കൊടുക്കുക. 5.5 ഇഞ്ച് ലെങ്ത്തും 2.5 ഇഞ്ച് വിഡ്ത്തും അടയാളപ്പെടുത്തിയതിന് ശേഷം അതിന് താഴെ 5 ഇഞ്ച് അടയാളപ്പെടുത്തി ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക. ഇതുപോലെ ക്രോസിൽ കട്ട് ചെയ്ത് മാറ്റി വെക്കാം. ഏത് ഷേപ്പ് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. മുകളിലെ ഭാഗം കട്ട് ചെയ്യുന്നില്ല, താഴെ വരച്ചിട്ടുള്ള ഈ ഒരു ഭാഗം മാത്രം കട്ട് ചെയ്ത് മാറ്റി വെക്കാം. റൗണ്ട് ഷേപ്പിൽ തയ്ക്കുന്നെങ്കിൽ റൗണ്ട് ഷേപ്പിലായാലും കട്ട് ചെയ്തെടുക്കാം. ഇനി ഇത് അറ്റം മടക്കി തയ്ച്ചതിന് ശേഷം ഇതിൻ്റെ അറ്റത്തൂടായിട്ട് ഇതുപോലൊരു പൈപ്പിംഗ് ലേസ് വെച്ച് കൊടുക്കാം. ഇനി അടുത്തതായിട്ട് നൈറ്റിൻ്റെ ഫ്രണ്ട് പീസും പിന്നെ നമ്മൾ സ്റ്റിച്ചാക്കി എടുത്തിട്ടുള്ള ആ നെക്കിൻ്റെ പീസും കൂടി ജോയിൻ്റ് ചെയ്തെടുക്കാം. ആദ്യം നെക്കിൻ്റെ പീസ് വെച്ച് കൊടുക്കാം. അതിന് മുകളിലായിട്ട് നൈറ്റി പീസും വെച്ച് കൊടുക്കാം. എന്നിട്ട് നെക്കിൻ്റെ ആ ഒരു ഷേപ്പിൽ ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. എന്നിട്ട് ബാക്കി വന്നിട്ടുള്ള ആ പീസ് പതുക്കെ സ്റ്റിച്ചിന് കൊള്ളാതെ ഒരു 1/4 ഇഞ്ച് വിട്ടിട്ട് റൗണ്ട് ഷേപ്പിൽ ഇതുപോലെ അത് കട്ട് ചെയ്ത് മാറ്റാം. എന്നിട്ട് ടെക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് മറിച്ചിട്ട് കൊടുക്കാം. നെക്കിനെ ഫേസിങ് കൊടുത്തിട്ടുള്ള പീസ് ഞാൻ സ്റ്റിച്ച് ചെയ്ത് മറിച്ചിട്ട് പ്രസ് സ്റ്റിച്ച് കൊടുത്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് 2 പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒന്ന് സിബിൻ്റെ അടിഭാഗത്ത് വെക്കാനായിട്ടുള്ള പീസും പിന്നെ സിബിൻ്റെ മുകളിൽ വെക്കാനായിട്ടുള്ള പീസും. ഇതിപ്പോൾ സിബിൻ്റെ അടിഭാഗത്ത് വെച്ച് കൊടുക്കാനായിട്ടുള്ള ഇത് 4 ഭാഗവും മടക്കി തയ്ച്ചു കൊടുക്കാം. 4 ഭാഗം മടക്കി തയ്ക്കുന്നില്ല, ഒരു ഭാഗം തയ്യത്തുമ്പായത് കൊണ്ട് ഞാൻ 3 ഭാഗവും മടക്കി തയ്ച്ചു കൊടുത്തിട്ടുണ്ട്. സിബിൻ്റെ അളവ് നോക്കിയിട്ട് ഇനി ഇതൊന്ന് വി ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതുപോലെ ഒരു വി ഷേപ്പ് വരച്ചു കൊടുക്കാം. എന്നിട്ട് ഈ ഒരു ഷേപ്പിൽ ഇതൊന്ന് വെച്ച് അടിച്ചു കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നടുവിലൂടായിട്ട് കട്ട് ചെയ്തതിന് ശേഷം ഇത് മറിച്ചിട്ടൊന്ന് പ്രസ് സ്റ്റിച്ച് കൊടുത്തെടുക്കാം.
മറിച്ചിട്ട് പ്രസ്റ്റിച്ച് കൊടുത്തതിന് ശേഷം ഞാൻ അതിന് മുകളിലായിട്ട് സിബ് വെച്ച് അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് സിബ് കവർ ചെയ്യാനായിട്ടുള്ള ഒരു പീസ് ക്ലോത്ത് എടുത്തിട്ടുണ്ട്. ഇത് ഇതിലൂടെ വെച്ച് അടിച്ചതിന് ശേഷം മറിച്ചിട്ട് ഒന്നുകൂടി പ്രസ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. 3 ഇഞ്ച് വിഡ്ത്തിലാണ് ക്ലോത്ത് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ലെങ്ത്ത് വന്നിട്ടുള്ളത് ജിബിൻ്റെ ലെങ്ത്ത് എത്രയാണോ ആ ഒരു അളവ് നോക്കിയിട്ട് ആ ഒരു അളവിലാണ് ലെങ്ത്ത് കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി ഇതുപോലെ അടിച്ചതിന് ശേഷം അടിയിൽ ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ അടുത്തത് ബാക്ക് നെക്കാണ് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് പോകുന്നത്. ബാക്ക് നെക്ക് ഇതുപോലൊരു പീസ് വെച്ച് അത് ചുറ്റിലും റൗണ്ട് ഷേപ്പിൽ അടിച്ചു കൊടുക്കാം. ഇനി സാധാ ചെയ്യുന്നത് പോലെ തന്നെ ഇത് മറിച്ചിട്ടതിന് ശേഷം ഒന്ന് പ്രസ് സ്റ്റിച്ചും കൂടി കൊടുത്തെടുത്തിട്ടുണ്ട്. ഇനി ബാക്ക് പാർട്ട് വെച്ചതിന് ശേഷം ഇതിന് മുകളിലായിട്ട് ഫ്രണ്ട് പാർട്ടും കൂടി വെച്ച് കൊടുക്കുക. എന്നിട്ട് രണ്ടിൻ്റെയും കൂടി ഷോൾഡർ ഒരുപോലെ വെച്ചതിന് ശേഷം ഒരു 1/4 ഇഞ്ച് വിട്ടിട്ട് ഇത് അടിച്ചു കൊടുക്കാം. ഷോൾഡർ അടിച്ചു കഴിഞ്ഞാൽ അടുത്തതായിട്ട് സ്ലീവാണ് വെച്ച് കൊടുക്കാനായിട്ട് പോകുന്നത്. ഷോൾഡർ അടിച്ചതിന് ശേഷം ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുള്ള ആ സ്ലീവ് ഇതിലേക്ക് ജോയിൻ ചെയ്ത് കൊടുക്കാം. സ്ലീവിൻ്റെ നല്ല ഭാഗവും നൈറ്റിൻ്റെ നല്ല ഭാഗവും ഒരുപോലെ വെച്ചതിന് ശേഷം വീഡിയോയിൽ കാണുന്നത് പോലെ നടുക്കേ കൂടി മടക്കി നടുഭാഗം ഒരേപോലെ കറക്റ്റാക്കി വെച്ച് റൗണ്ട് ഷേപ്പിൽ ഇത് അടിച്ചെടുക്കാം. അതേപോലെ തന്നെ 2 കൈയും ഇതുപോലെ ചെയ്തെടുക്കാം. 2 സ്ലീവും ഇതുപോലെ അടിച്ചെടുത്തതിന് ശേഷം ഇനി സ്ലീവ് മുതൽ താഴെ അടിഭാഗം വരെ 2 സൈഡും അടിച്ചു കൊടുക്കാം. ഈ ഒരു അറ്റത്ത് നിന്ന് തുടങ്ങി നൈറ്റീൻ്റെ താഴെ അറ്റം വരെ അടിച്ചെടുക്കാം. സൈഡ് അടിച്ച് മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം ഇനി അവസാനമായിട്ട് നൈറ്റീൻ്റെ അടിഭാഗം കൂടി ഒന്ന് മടക്കി തയ്ച്ചു കൊടുക്കാനുണ്ട്. ഇതുപോലെ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ 1 ഇഞ്ച് ഇതുപോലെ ഒന്ന് മടക്കിയതിന് ശേഷം ഒന്ന് സൈഡിലേക്ക് കൂടി ആയിട്ട് സ്റ്റിച്ച് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നൈറ്റീൻ്റെ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ. അപ്പോൾ ഇതാണ് നൈറ്റീൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ടുള്ളത്. ബിഗിനേഴ്സിന് പോലും വളരെ സിമ്പിളായിട്ട് അടിച്ചെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു സിമ്പിൾ നൈറ്റിയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.